കളമശ്ശേരിയിൽ ആദ്യ ലീഡ് നില EVM എണ്ണുമ്പോൾ UDF ആണ് 286 വോട്ടിന് മുന്നിൽ. നാട്ടികയിൽ ഗീതാഗോപി ലീഡ് ഉയർത്തുന്നു. 859 വോട്ടിന്റെ ലീഡിലേക്ക് നാട്ടികയിൽ ഗീതാഗോപി എത്തുന്നു എന്നതാണ് തൃശൂർ ജില്ലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വോട്ടിംഗ് മെഷീൻ എണ്ണി തുടങ്ങുമ്പോൾ കളമശ്ശേരിയെ കുറിച്ച് പറയുമ്പോൾ ഒരു റൗണ്ട് പൂർത്തിയായി എന്ന് വേണം വിചാരിക്കാൻ. അങ്ങനെയാണെങ്കിൽ വളരെ ചെറിയൊരു ലീഡാണ്. 286 വോട്ടിന്റെ ലീഡ് കളമശ്ശേരിയിൽ ഇപ്പോൾ UDFനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നാട്ടികയിൽ 859 വോട്ടിന്റെ ലീഡാണ് കാണിക്കുന്നത്. കോതമംഗലത്ത് UDFന് ആദ്യ റൗണ്ട് കഴിയുമ്പോൾ 1174 വോട്ടിന്റെ ലീഡ് കാണാനുണ്ട് എന്നതുകൂടിയുണ്ട്. അങ്ങനെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. പത്തനംതിട്ടയിൽ നിന്ന് അങ്ങനെ EVM വോട്ടുകൾ എണ്ണുന്നതിൻ്റെതായിട്ടുള്ള ഔദ്യോഗികമായ വിവരങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല എന്നതുകൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 68 ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. ബേപ്പൂരിൽ 322 വോട്ടുകൾക്ക് മുഹമ്മദ് റിയാസ് ലീഡ് ചെയ്യുന്ന വിവരം വന്നിട്ടുണ്ട്. നാട്ടികയിൽ വളരെ ശ്രദ്ധേയമായ മത്സരം നടന്ന നാട്ടികയിൽ LDF 859 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 7-4 എന്നുള്ള നിലയാണ് കൊല്ലം ജില്ലയിലെ ലീഡ്. 7ഇടത്ത് LDF ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ടയിൽ നോക്കിയാൽ 3-2 3ഇടത്ത് LDF ലീഡ് ചെയ്യുന്നു. ആലപ്പുഴ നോക്കിയാൽ 7-2 7ഇടത്ത് LDF ലീഡ് ചെയ്യുന്നു. 2ഇടത്ത് UDF എന്നുള്ള നിലയാണ്. ആ ലീഡ് നില അങ്ങനെയാണ് കാണുന്നത്. കോട്ടയത്ത് 5-2 മറ്റിടങ്ങളിലെ UDF 2ഇടത്ത് ലീഡ് ചെയ്യുന്ന വിവരമാണ് വന്നിട്ടുള്ളത്. LDF 5ഇടത്ത് ലീഡ് ചെയ്യുന്നു. മറ്റു മണ്ഡലങ്ങൾ കൂടി വരാനുണ്ട്, പൂർണ്ണമല്ലാതെ. അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങളുണ്ട്. ഇടുക്കിയിൽ 2-3 LDF 2ഇടത്ത് മാത്രം ലീഡ് ചെയ്യുന്നു. UDF 3ഇടത്ത് ലീഡ് ചെയ്യുന്നു. ഉടുമ്പൻചോലയിൽ ലീഡ് ചെയ്യുന്ന UDF ആണ്. തൊടുപുഴയിൽ UDF ആണ്. അതുപോലെ തന്നെ പീരുമേട് മുമ്പ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതാണ് ഇടുക്കിയുടെ ഒരു പൊതു ചിത്രമായി നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. 68 ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പം ശക്തമായ നില. ഇനിയിപ്പോൾ EVM വോട്ടുകൾ എണ്ണിത്തുടങ്ങുന്നതിൻ്റെ ആദ്യ റൗണ്ട് കഴിയുമ്പോഴുള്ള വിവരങ്ങൾ വരാൻ പോകുന്ന സമയമാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. UDFന്റെ ലീഡ് 536 മാത്രമാണ്. ഹരിപ്പാട് ഫസ്റ്റ് റൗണ്ട് കഴിയുക എന്ന് പറയുമ്പോഴേക്ക് 14ഓളം ടേബിളുകളിൽ സജ്ജീകരിച്ചിട്ടുള്ള ആദ്യ റൗണ്ട് EVM മെഷീനുകൾ എണ്ണി പൂർത്തിയാക്കി പുറത്തു വരുന്ന വിവരങ്ങളാണ്. മിക്കവാറും എല്ലായിടങ്ങളിലും 14 ടേബിളുകളിലായിരിക്കും സജ്ജീകരിച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ 15 എന്ന് വന്നേക്കാം. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്. തോമസ് ഉണ്ണിയാടൻ്റെ ലീഡ് 704 ഇരിങ്ങാലക്കുടയിൽ 704 വോട്ടിന് തോമസ് ഉണ്ണിയാടൻ ലീഡ് ചെയ്യുന്നു എന്ന വിവരം ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ 435 തോമസ് ഉണ്ണിയാടൻ്റെ ലീഡ്. ഇപ്പോൾ അത് 704 വർദ്ധിച്ചിരിക്കുന്നു എന്നതുകൂടി ഉണ്ട്. അങ്ങനെ വിവരങ്ങൾ ഓരോന്നായി വരുമ്പോൾ വട്ടിയൂർക്കാവിൽ K മുരളീധരൻ പിന്നിലാണ്. PS പ്രശാന്ത് ലീഡ് ചെയ്യുന്ന വിവരം മുമ്പ് നമ്മൾ കൊടുത്തിരുന്നു. കോഴിക്കോടേക്ക് പോയാൽ 4ഇടത്ത് LDF ലീഡ് ചെയ്യുന്നു. 3ഇടത്ത് UDF ലീഡ് ചെയ്യുന്നു. അതുപോലെ വയനാട്ടിൽ 1 എന്നുള്ളതാണ്. വയനാട്ടിൽ ഒരിടത്ത് ചാലക്കുടിയിൽ അവിടെ LDF ലീഡ് തിരിച്ചു പിടിക്കുന്നു എന്ന വിവരം വരുന്നു. 10 വോട്ടിനാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് LDF സ്ഥാനാർത്ഥി ബിജു എസ് ലീഡ് പ്രസാദ് 200-ൽ തന്നെ നിലനിർത്തുകയാണ് ആ ലീഡ് എന്നതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ചാലക്കുടിയിൽ ലീഡ് തിരിച്ചു പിടിക്കുന്നു LDF. ചേർത്തലയിൽ P പ്രസാദ് ലീഡ് അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ 2 മണ്ഡലമാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. പെരുമ്പാവൂരിൽ വോട്ടുകൾ എണ്ണി തുടങ്ങി. UDF സ്ഥാനാർത്ഥി 1600 വോട്ടുകൾക്ക് മുന്നിൽ എന്നതാണ് ആദ്യ സൂചന വരുന്നത് അല്ലേ? EVM ആണ്. ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ 1600 വോട്ടിന് മുന്നിലാണ് എന്ന വിവരമുണ്ട്. 69-68 ഇതാണ് ഇപ്പോൾ ലീഡ് നില സംബന്ധിച്ച കണക്ക്. LDF 69, UDF 68, NDA 3 എന്ന നിലയാണ്.